എജുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാകുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാകുന്നത് ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാകുന്നത്. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സദ്ഭാവന. ഓപ്പറേഷൻ സദ്ഭാവനയാണ് യാഗി ചുഴലിക്കാറ്റ് ബാധിത രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അനുരാഗ് ഗാർഗാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതി. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതി ഫിറ്റ്നസ് ബോക്സ് പദ്ധതിയാണ് സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതി. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ഉദയനിധി സ്റ്റാലിനാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത്. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് CPIM പാർട്ടിയുടെ ഏകോപന ചുമതല നൽകിയത്. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് CPIM പാർട്ടിയുടെ ഏകോപന ചുമതല നൽകിയത് പ്രകാശ് കാരാട്ടിനാണ് സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് CPIM പാർട്ടിയുടെ ഏകോപന ചുമതല നൽകിയത്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി NCA ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഇപ്പോൾ അറിയപ്പെടുന്ന പേര് BCCI സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി NCA ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 പുരസ്കാരം നേടിയത്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 പുരസ്കാരം നേടിയത് വട്ടപ്പറമ്പിൽ പീതാംബരനാണ് സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 പുരസ്കാരം നേടിയത്. 2024 ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2024 ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ പവർ സൂചികയിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ്. ആദ്യ 2 സ്ഥാനങ്ങൾ US-നും ചൈനയ്ക്കുമാണ്. പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതുക്കിയ പേര്. പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതുക്കിയ പേര് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട് എന്നതാണ് പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതുക്കിയ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായത് മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായത്. ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് AFMSലെ
ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ. AFMSലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ ആരതി സരിൻ. വൈസ് അഡ്മിറൽ ആരതി സരിനാണ് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് AFMSലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ജേതാവ്. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ ജേതാവ് റിയ സിൻഹ. ഗുജറാത്തുകാരിയായ റിയ സിൻഹയാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ജേതാവ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ S. പരമേഷ്. S. പരമേഷാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് സഞ്ജയ് വർമ്മ. സഞ്ജയ് വർമ്മയാണ് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനൽ അനന്ത. അനന്ത ടെർമിനലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനൽ. കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത്. ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് S. സോമനാഥ്. S. സോമനാഥാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത്. സ്റ്റീൽ നിർമ്മാതാക്കളുടെ ആഗോള സംഘടനയായ വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ വേൾഡ് സ്റ്റീലിൻ്റെ ചെയർമാനായി നിയമിതനായത്. സ്റ്റീൽ നിർമ്മാതാക്കളുടെ ആഗോള സംഘടനയായ വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ്റെ ചെയർമാനായി നിയമിതനായത് TV നരേന്ദ്രൻ. TV നരേന്ദ്രനാണ് സ്റ്റീൽ നിർമ്മാതാക്കളുടെ ആഗോള സംഘടനയായ വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ വേൾഡ് സ്റ്റീലിൻ്റെ ചെയർമാനായി നിയമിതനായത്. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത്. മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനാണ് മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ പുതിയ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതനായത്. ഇന്ത്യയിലെ പുതിയ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതനായത് ഐഷത്ത് അസീമ. ഐഷത്ത് അസീമയാണ് ഇന്ത്യയിലെ പുതിയ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതയായത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഹരിതഗൃഹവാതകത്തിൻ്റെ പുറന്തള്ളൽ കുറയ്ക്കുന്ന ഭക്ഷ്യസംസ്കാരത്തിൽ മുന്നിലുള്ള രാജ്യം. WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഹരിതഗൃഹവാതകത്തിൻ്റെ പുറന്തള്ളൽ കുറയ്ക്കുന്ന ഭക്ഷ്യസംസ്കാരത്തിൽ മുന്നിലുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWFൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഹരിതഗൃഹവാതകത്തിൻ്റെ പുറന്തള്ളൽ കുറയ്ക്കുന്ന ഭക്ഷ്യസംസ്കാരത്തിൽ മുന്നിലുള്ള രാജ്യം. അന്താരാഷ്ട്ര 2020 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര 2020 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയത്
സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് അന്താരാഷ്ട്ര 2020 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയും എന്ന ഇരട്ട നേട്ടം സ്വന്തമാക്കിയത്. മൂവാറ്റുപുഴ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പോയാലി മലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം എട്ടുകാലി. മൂവാറ്റുപുഴ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പോയാലി മലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം എട്ടുകാലി ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ. ജീവശാസ്ത്രനാമം സ്റ്റെഗോഡിഫസ് സരസിനോറം. ഇന്ത്യൻ സോഷ്യൽ സ്പൈഡറാണ് മൂവാറ്റുപുഴ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പോയാലി മലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം എട്ടുകാലി. DRDO ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. DRDO ഡയറക്ടർ ജനറലായി എയ്റോ ക്ലസ്റ്ററായി ചുമതലയേറ്റത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ് DRDO ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടിയുടെ വേദി അബുലിയ, പുഗ്ലിയ. ഇറ്റലിയിലെ അബുലിയ, പുഗ്ലിയ എന്നും അറിയപ്പെടുന്ന അബുലിയയിലായിരുന്നു 2024 G7 ഉച്ചകോടിയുടെ വേദി. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൻ കേന്ദ്രം. ജൻ പോഷൻ കേന്ദ്രം എന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര്. ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന് വേദിയാകുന്നത്. ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന് വേദിയാകുന്നത് അബുദാബി. UAEയിലെ അബുദാബിയാണ് ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന് വേദിയാകുന്നത്. സൗരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനം. സൗരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനം ബെസ്. ബെസ് എന്ന സംവിധാനമാണ് സൗരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനം. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF ഡയറക്ടർ ജനറലായി നിയമിതനായത്. CISF ഡയറക്ടർ ജനറലായി നിയമിതനായത് രാജ്വിന്ദർ സിംഗ് ഭട്ടി. രാജ്വിന്ദർ സിംഗ് ഭട്ടിയാണ് CISF ഡയറക്ടർ ജനറലായി നിയമിതനായത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF മേധാവിയായി നിയമിതനായത്. BSF മേധാവിയായി നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരി. ദൽജിത് സിംഗ് ചൗധരിയാണ് BSF മേധാവിയായി നിയമിതനായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സിയാൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് സതീഷ് കുമാർ. സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത്. പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി. പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയാണ് പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന മലയാളി താരങ്ങൾ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന മലയാളി താരങ്ങൾ സജന സജീവൻ, ആശാ ശോഭന. തിരുവനന്തപുരംകാരിയായ ആശാ ശോഭനയും വയനാട് മാനന്തവാടി സ്വദേശിനി സജന സജീവനുമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുരകുമാര
ദിസനായകെ. അനുരകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത്. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത് അമർപ്രീത് സിംഗ്. അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി നിയമിതനായത്. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം ജോർദാൻ. ജോർദാനാണ് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമെന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. എംപോക്സ് ക്ലേഡ് 1B റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല. എംപോക്സ് ക്ലേഡ് 1B റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് എംപോക്സ് ക്ലേഡ് 1B റിപ്പോർട്ട് ചെയ്തത്. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപത ലേഡീസ്. കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന ഹിന്ദി ചിത്രമാണ് 2025 ഓസ്കർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. 2024 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം. 2024 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ് 2024 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം. 2 വർഷത്തിനുള്ളിൽ 5 സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്ന കമ്പനി. 2 വർഷത്തിനുള്ളിൽ 5 സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്ന കമ്പനി സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആണ് 2 വർഷത്തിനുള്ളിൽ 5 സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്ന കമ്പനി. നാളികേര വികസന ബോർഡിൻ്റെ 2023-24 വർഷത്തെ 2ാം പാദ റിപ്പോർട്ട് പ്രകാരം നാളികേര ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. നാളികേര വികസന ബോർഡിൻ്റെ 2023-24 വർഷത്തെ 2ാം പാദ റിപ്പോർട്ട് പ്രകാരം നാളികേര ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക. കർണാടകയാണ് നാളികേര വികസന ബോർഡിൻ്റെ 2023-24 വർഷത്തെ 2ാം പാദ റിപ്പോർട്ട് പ്രകാരം നാളികേര ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. 2ാം സ്ഥാനം തമിഴ്നാടും കേരളത്തിന് 3ാം സ്ഥാനവുമാണ്. പാരാലിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. പാരാലിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പ്രീതി പാൽ. പ്രീതി പാലാണ് പാരാലിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2024 പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നിഷാദ് കുമാർ. നിഷാദ് കുമാറാണ് 2024 പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2022 വർഷത്തെ 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2022 വർഷത്തെ 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രബർത്തി. മിഥുൻ ചക്രബർത്തിയാണ് 2022 വർഷത്തെ 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 48ാമത് വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത്. 48ാമത് വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചെരുവിലിനാണ് 48ാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.